ഹായ് ഗൈസ്, നമസ്കാരം. പ്രാവിൻകൂട് ഷാപ്പ് സിനിമ കണ്ടു. ഇതിൻ്റെ അഭിനേതാക്കളെയൊക്കെ നമുക്കറിയാം, ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാം. ബേസിൽ ജോസഫ്, ചെമ്പം വിനോദ്, സൗബിൻ, ഇവരെയൊക്കെ നമുക്കറിയാം. പക്ഷേ നമ്മൾ അറിയാത്ത കുറച്ച് നല്ല അടിപൊളി അഭിനയങ്ങൾ കാഴ്ചവെച്ച രണ്ടു മൂന്ന് പേരുടെ പേര് എന്തായാലും നമ്മൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. സൗബിൻ്റെ വൈഫായിട്ട് വരുന്ന ചാന്ദിനി ശ്രീധരൻ, പിന്നെ വില്ലനായിട്ട് വരുന്ന ശിവജിത്ത്, CA ആയിട്ട് അഭിനയിച്ചിട്ടുള്ള രാംകുമാർ. ഇവരുടെയൊക്കെ പേര് എടുത്ത് പറഞ്ഞേ പറ്റൂ. ബിക്കോസ് ഇവരൊക്കെ അടിപൊളി ഒരു അഭിനയം തന്നെയാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. ഷൈജു ഖാലിദ്, എൻ്റെ മോനെ, അടിപൊളി ഫ്രെയിംസ്, അടിപൊളി ഷോട്ട്സ്. അത് സിനിമാറ്റോഗ്രാഫർ നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. ഈ സിനിമയിൽ അത്ര ടെക്നിക്കലി ഭയങ്കര സൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആ ഒരു ബ്ലെൻഡിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്, പഴയ പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ചന്ദന പൂമെനിയാണ് ആ പാട്ടൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് പാട്ടുകളൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഫസ്റ്റ് ഒരു സ്റ്റണ്ട് കാണിക്കുന്നുണ്ട്. അത് കിടിലം സാധനം. ഒരു യൂറിൻ ഷെഡിൽ വെച്ചിട്ടുള്ള അതൊരു അടിപൊളിയാണ്. പിന്നെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ആ ഷോട്ട്, ഈ സിനിമയുടെ സംഭവം അതാണ്. സിനിമ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഒരു പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന ഷാപ്പിൽ നടക്കുന്ന ഒരു കൊലപാതകം. അപ്പം ആ കാണിക്കുന്ന ഫസ്റ്റ് ഷോട്ട് അടിപൊളിയാണ് കേട്ടോ. അതിൽ ഈ സിനിമാറ്റോഗ്രാഫറെ എടുത്ത് പറയണം നമ്മൾ. ട്രെയിലർ കണ്ട പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ എന്താ പറയുക, എഡ്ജ് ഓഫ് ദ സീറ്റ് ഒന്നും കൊണ്ടിരുത്തുന്നില്ല. നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ തന്ന് അവസാനം എത്തുന്നതിനൊക്കെ കുറച്ച് മുമ്പ് നമുക്ക് ഇന്നതുപോലെയൊക്കെ ആയിരിക്കും, ഇന്നതൊക്കെ ആയിരിക്കും സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു സിനിമ. ഒരു എന്താ പറയുക, അത്രയും നമുക്ക് മസ്റ്റ് വാച്ച് എന്നൊന്നും പറയാതെ കണ്ടിരിക്കാം. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത, ബോറടിക്കാത്ത ഒരു സിനിമ എന്ന് പറയാം. പക്ഷേ ഇതിന് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ നമ്മൾ കണ്ടേ പറ്റത്തുള്ളൂ. ആ ഒരു സൗണ്ടിൻ്റെ മിക്സിങ്ങും ആ ബ്ലെൻഡിങ്ങും ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കണ്ടേ പറ്റത്തുള്ളൂ. പിന്നെ ഇത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ മെയിനായിട്ട് പറയേണ്ട കാര്യമാണ് നമ്മൾ തിയേറ്ററിൽ ടൈറ്റിൽ ഫോട്ടോ എടുക്കുന്നവരുടെ കാര്യം. അവരുടെ കാര്യം മറന്നു പോകരുത്. 1 മണിക്കൂറും 18 മിനിറ്റും ഉള്ളപ്പോഴാണ് ടൈറ്റിൽ വരുന്നത് കേട്ടോ. അത് ഇൻ്റർവെൽ ബ്രേക്കിലാണ് ടൈറ്റിൽ കാണിക്കുന്നത്. അതിന് മുമ്പൊന്നും ടൈറ്റിൽ കാണിക്കുന്നില്ല. നിങ്ങൾ ഫോണൊന്നും ഓൺ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. 1 മണിക്കൂറും 18 മിനിറ്റും ഇൻ്റർവെല്ലിന് മാത്രമാണ് പ്രാവൻകൂട് ഷാപ്പ് എന്നുള്ള ടൈറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ സിനിമയെക്കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ വൺ ടൈം വാച്ചബിൾ ആണ്, കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു സിനിമയാണ്, മോശം എന്നൊന്നും പറയാനില്ല. കോമഡിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മുടെ SI ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ SI ആയിട്ട് വരുന്ന ബേസിൽ ജോസഫിൻ്റെ പേര് സന്തോഷ് CJ എന്നാണ്. ആ പേരൊക്കെ ഒരു പ്രാധാന്യമുള്ളൊരു പേരാണ്. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെന്തുവാ പറയാനുള്ളത്, വില്ലൻ കൊള്ളാം. പുള്ളിയുടെ ആ ഒരു ഫിസിക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരനെ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചേരുന്നത് തന്നെയാണ്. ആ പടം കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. സമയമുള്ളവർ വാച്ച് ചെയ്ത് നോക്കുക.